അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നാം ഒരു ജനതയെ അവർ സത്യത്തെ നിഷേധിച്ച ഉടനെ തന്നെ പിടിച്ച് ശിക്ഷിക്കുക എന്നതൊരിക്കലും ഉണ്ടായിട്ടില്ല. എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, തങ്ങൾക്ക് ഇതുവരെ ശിക്ഷയൊന്നും ലഭിച്ചിട്ടില്ലെന്നും അതിനാൽ ഇയാൾ ഒരു പ്രവാചകൻ തന്നെ അല്ല എന്നും മറ്റുമുള്ള തെറ്റായ ധാരണകളിൽ അകപ്പെടേണ്ട കാര്യമില്ല. ഓരോ ജനതക്കും കേൾക്കാനും മനസ്സിലാക്കാനും ബോധവാന്മാരാകാനും എത്ര സമയം നൽകണമെന്ന് ആദ്യമേ അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അവരിൽ എന്തൊക്കെ കൊള്ളരുതായ്മകളും ചീത്ത പ്രവൃത്തികളും ഉണ്ടെങ്കിലും ആ നിശ്ചിത അവധി വരെ ഇഷ്ടാനുസാരം പ്രവർത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല ക്ഷമാപൂർവം അവർക്ക് അവസരം കൊടുക്കുന്നു. ഈ അവസരം ബാക്കിയുള്ളിടത്തോളം കാലം അള്ളാഹു സുബ്ഹാനഹു തആല അവരെ പിടികൂടുകയില്ല. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ അവധി ചിലപ്പോൾ മരണമാവാം, അല്ലെങ്കിൽ ഖിയാമത്ത് നാളാവാം. എന്നാൽ സമുദായങ്ങളെ സംബന്ധിച്ചാവുമ്പോൾ അവരുടെ ഉയർച്ച താഴ്ചകൾ അവരുടെ തന്നെ ചില സ്വഭാവ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഒരു നല്ല ജനത തങ്ങളുടെ ആഭ്യന്തര രംഗത്ത് തിന്മ വളർത്തുകയാണെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ചുരുക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യും. ഒരു ദുഷ്ടജനത തങ്ങളുടെ ചീത്ത പ്രവർത്തനങ്ങൾ സദ്ഗുണങ്ങൾ കൊണ്ട് മാറ്റുകയാണെങ്കിൽ അവരുടെ പ്രവർത്തനകാലം ചിലപ്പോൾ അന്ത്യദിനം വരെ ദീർഘിപ്പിക്കുകയും ചെയ്യും. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.